ഹായ് ഹലോ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജയ്ഹിന്ദ് ചാനലിന്റെ ആർപ്പോ ഹീറോ എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ ഹീറോ ഹീറോ. എന്തായാലും ഇന്നത്തെ ഓണം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. പേയാടുള്ള ഭജനമഠം നിവാസികൾക്കൊപ്പമാണ് നമ്മൾ ഇന്നത്തെ ഓണം അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ആഘോഷവേളയിൽ ആദ്യമായി ഒരു ഓണപ്പാട്ടാണ്. ഈ ഓണപ്പാട്ടുമായി വരാൻ പോകുന്നത് ഒരു കിടിലൻ കലാകാരനാണ്. ആ കലാകാരനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം, പ്ലീസ് വെൽക്കം. എന്തായാലും ഇന്നത്തെ ഓണം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഈ ഒരു ഓണപ്പാട്ടുമായി എത്തിയിരിക്കുന്ന ഒരു കലാകാരനാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് ഗോപൻ. ഗോപൻ ചേട്ടൻ. ഗോപൻ ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? 10-20 വർഷമായിട്ടുണ്ട്. മിമിക്രി ആയിരുന്നു തട്ടകം. ഗാനങ്ങളിലേക്കാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? ഞാൻ ഒരു തരങ്ങിണി കാസറ്റിലെ ഒരു പാട്ടാണ്. പൂവിനും അടിപൊളി ഗാനമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ആ ഗാനം. തീർച്ചയായും. എന്തായാലും ഈ ഒരു ഓണപ്പാട്ട് കൊണ്ട് അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. ഗ്രേറ്റ്. ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ തന്നെയാണ് താങ്കൾ പാടിയിരിക്കുന്നത്. എന്താ ഗ്രേറ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളത് ഇവരെല്ലാം നിന്ന് കേട്ട് ആസ്വദിക്കുക ലൈവായിട്ട്. അയ്യോ തീർച്ചയായും നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ്. ഗ്രേറ്റ് ഗ്രേറ്റ്, റിയലി അപ്രീഷിയേറ്റിംഗ്. എന്തായാലും ഈ ഓണം നല്ലൊരു ഗാനം കൊണ്ട് നമ്മളെ ജയ്ഹിന്ദ് പ്രേക്ഷകരുടെ മനസ്സും എല്ലാം ആസ്വദിപ്പിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയാൽ. ആർപ്പോ ഹീറോ ആർപ്പോ ഹീറോ 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 ഹീറോ. എന്തായാലും അടിപൊളി ഒരു ഓണപ്പാട്ടാണ് നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചത്. എന്തായാലും ഈ ഓണപ്പാട്ടിന് ശേഷം നമ്മളെയൊക്കെ ഒന്ന് ആസ്വദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമായിട്ട് ഈ പേയാടുള്ള ഭജനമഠം നിവാസികളായിട്ടുള്ള സുന്ദരികളായ കുറേ ചേച്ചിമാർ അവതരിപ്പിക്കുന്ന തിരുവാതിരയാണ്. ആ തിരുവാതിരയുമായിട്ട് ആ ചേച്ചിമാർ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം. എന്തായാലും തിരുവാതിരയുമായിട്ട് ഒരുപാട് സുന്ദരികൾ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭജനമഠം നിവാസികൾക്കൊരു ടീമുണ്ട് അല്ലേ, ഭജനമഠം ടീം അല്ലേ. ആ ടീമിലെ അംഗങ്ങളാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് അമ്മു. അമ്മു. എൻ്റെ പേര് ദീപ. ദീപ. സരസ്വതി. സരസ്വതി. സായി. രഞ്ജിനി. ലക്ഷ്മി. സുനിത. മഞ്ജുള. അപ്പോൾ നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ അമ്പലത്തിലൊക്കെ പെർഫോം ചെയ്യാറുണ്ട്? 8 വർഷമായിട്ട് പെർഫോം ചെയ്യുകയാണല്ലേ. ഇപ്പം പുറത്തൊക്കെ നിങ്ങൾ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടല്ലേ? ഓ, ഗുരുവായൂർ മൂകാംബിയൊക്കെ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഭജനമഠം, നിങ്ങളുടെ ടീമിൻ്റെ പേര് ഭജനമഠം ടീം. ഓക്കെ, തിരുവാതിര ടീം. എന്തായാലും ഇവരുടെ പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കൊന്ന് ആസ്വദിക്കാം. പ്ലീസ് വാച്ച് ഇറ്റ്. ഉണ്ണിത്തമ്പുരാനുണ്ടായി പോയെന്ന് ആർത്തുഭൂതങ്ങൾ പാച്ചിൽ തുടങ്ങിയതാ. വിണ്ണവരോടും താപസന്മാരോടും ഓടിച്ചെന്നു പറഞ്ഞു തുടങ്ങി ഞാൻ. തമ്പുരാൻ തന്റെ മുന്നിൽ ചെന്നെല്ലാരും ഭക്തിയോടെ വണങ്ങി സ്തുതിച്ചിനാൻ. വാണി ദേവി സരസ്വതി ഞങ്ങൾ തൻ നാവിന്മേൽ വിളയാടേണമംബികേ. അംബികേ നിന്റെ തൃക്കാലിണകളിൽ കുമ്പിടുന്നു ഞാൻ കാരുണ്യരൂപിണി. കണ്ടാലേത്രയും കൗതുകം ഉണ്ടീരീരേ. കണ്ടു കണ്ടാലേത്രയും കൗതുകം ഉണ്ടീരീരേ.
അത്രേ ചാരൂരൂപൻ നിങ്ങൾ ക്രൂരനല്ല സാധു അത്രേ ചാരൂരൂപൻ നിങ്ങൾ ദൂരെ നിൽപ്പിൻ എന്നരികിൽ ആരും വേണ്ട താതൈ ശ്രീകൃഷ്ണ രാമ മംഗളം ഗോകുല ബാല ശ്രീകൃഷ്ണ രാമ മംഗളം നന്ദകുമാര നവനിത ചോര രാധാരമണ പരമ്പൊരുളേ നന്ദകുമാര നവനിത ചോര രാധാരമണ പരമ്പൊരുളേ ആശ്രിത വത്സലതയാനിധേ ശ്രീ ഗുരുവായൂർ ഹരി ഗോവിന്ദ ആശ്രിത വത്സലതയാനിധേ ശ്രീ ഗുരുവായൂർ ഹരി ഗോവിന്ദ ശ്രീകൃഷ്ണ രാമ മംഗളം ഗോകുല ബാല ശ്രീകൃഷ്ണ രാമ മംഗളം എന്തായാലും നമ്മൾ തിരുവനന്തപുരം പേയാടുള്ള ഭജനോടം നിവാസികൾക്കൊപ്പമാണ് ഇന്നത്തെ ഓണം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഒരു ഗാനമാണ്. ഈ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഒരു പ്രിയ ഗായകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാധനം സ്വാഗതം. നല്ല കേളെ. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് ചന്ദ്രശേഖരൻ പിള്ള. ആ സാർ ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. സാറിന്റെ ഭാര്യ ഇവിടെ ഉണ്ടാ കൂടെ? വന്നിട്ടില്ലേ? ഭാര്യ തന്നെ വേണമെന്നില്ലല്ലോ. നമ്മളൊന്നും അല്ല സാർ. ഒത്തിരി ഇഷ്ടമായി. എന്തായാലും ഈ ഓണത്തിന് നല്ല അടിപൊളി ഒരു ഡയലോഗ്. ഭാര്യ തന്നെ വേണോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നല്ലൊരു അവസരമാണ് തുറന്നു പറയാനുള്ള. പഴയ പ്രണയങ്ങൾ വല്ലതും, പഴയ ഓണത്തെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? പഴയ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിലുള്ള എന്തെങ്കിലും? പഴയ ഓണം എന്ന് വെച്ചാൽ ഇതൊരു ഓണമല്ലല്ലോ, ഇപ്പോഴത്തെ ഓണമല്ല. അല്ലല്ല. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്താണെങ്കിൽ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. രാത്രി മുഴുവനും കൈകൊട്ടി കളി, പിന്നെ കുമ്മിയടി, തുമ്പിത്തുള്ളല്, പിന്നെ അങ്ങനെ പലതും. ഇപ്പൊ അതൊന്നും ഇല്ല. എല്ലാവരും ടി വിയുടെ മുമ്പിലാണ്, കാണാനില്ല. ഓക്കെ ശരി. എന്തായാലും സാർ ആ പഴയ ഗാനം, ആ ഓർമ്മകളിലേക്കൊന്ന് പ്ലീസ്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ, ഹൃദ്യമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികളിന്നിൽ അലയടിക്കേ, ഗീതികളിന്നിൽ അലയടിക്കേ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി.
അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. സൂപ്പർ. അറിയാതെ പഴയ ഓർമ്മകളിലേക്ക് സാറ് അല്ലേ ഒന്ന് പോയി. പറന്നു പോയോ? അതൊക്കെ പണ്ടല്ലേ. പണ്ടാണെങ്കിൽ സാറിന്റെ ഹൃദയം ഇപ്പോഴും ചെറുപ്പം പോലെയാണ്. ആ ചിരി തന്നെ ഉണ്ട്. എന്തായാലും മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്. എന്തായാലും പേയാടുള്ള ഭജനപട നിവാസികളെല്ലാവരും ഐക്യത്തോടെയാണ് ഈ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഭരതനാട്യമാണ്. ഈ ഭരതനാട്യവുമായി ഒരു പ്രിയ കലാകാരി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം. പേരെന്താണ്? രേവതി എസ് നായർ. രേവതി എസ് നായർ. എത്ര വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നു? ഞാൻ 20 വർഷമായി. 20 വർഷമായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നർത്തകിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തായാലും ഈ ഓണം നമ്മൾ അടിച്ചു പൊളിക്കുകയല്ലേ അല്ലേ? ഏത് ഗാനത്തിനൊപ്പമാണ് ചൂട് വയ്ക്കാൻ പോകുന്നത്? ചിക്കവനെ ഇവനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി റെഡിയാണല്ലോ? റെഡി. ഓക്കെ. അപ്പൊ എന്തായാലും ആ ഭരതനാട്യത്തിലേക്ക് നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു. ലെറ്റ്സ് വെൽക്കം. ಚಿಕ್ಕವನೇ ಇವನು ನಮ್ಮ ಕೈಗೆ ಸಿಕ್ಕರೆ ಓಡುವನು, ಚಿಕ್ಕವನೇ ಇವನು ನಮ್ಮ ಕೈಗೆ ಸಿಕ್ಕರೆ ಓಡುವನು, ಚಿಕ್ಕವನೇ ಇವನು ನಮ್ಮ ಕೈಗೆ ಸಿಕ್ಕದೆ ಓಡುವನು, ಓ ಚಿಕ್ಕವನೇ ಇವನು ನಮ್ಮ ಕೈಗೆ ಸಿಕ್ಕದೆ ಓಡುವನು, ಮಕ್ಕಳು ಹುತ್ತುವ ಮರ್ಮವ ಕಯ, ಮಕ್ಕಳು ಹುತ್ತುವ ಮರ್ಮವ ಕಯ, ಮಕ್ಕಳು ಹುತ್ತುವ ಮರ್ಮವ ಕಯ, ಮಕ್ಕಳು ಹುತ್ತುವ ಮರ್ಮವ ಕಯ, ಮಕ್ಕಳು ಮರ್ಮವ ಕಯ, ಮಕ್ಕಳು ಹುತ್ತುವ ಮರ್ಮವ ಅಕಯ, ಗಕ್ಕನೆ ಎನ ಕೂಡ ಹೆಲನು ಗೆಲನು ದಾನೆ, ಗಕ್ಕನೆ ಎನ ಕೂಡ ಹೆಲನು ಗೆಲನು ತಾನೆ, ಚಿಕ್ಕವನೇ ಇವನು ನಮ್ಮ ಕೈಗೆ ಸಿಕ್ಕದೆ ಓಡುವನು, ಓ ಚಿಕ್ಕವನೇ ಇವನು ನಮ್ಮ ಕೈಗೆ ಸಿಕ್ಕದೆ ಓಡುವನು. ನೀರಿಗ ಹೋಗುವಾಗ ನಿಂತುಕೊಂಡು ಯಾರು ಇಲ್ಲದೋ ಕರೆವಾ, ದಾರಿಯಡವ ಕಟ್ಟಿ ಕೂಡಿಕೊಯನದಲ್ಲೇ ಹೋರೋ ತವ ಮಾಡಿ ಹೋಗದಿಸಿದ ನಮ್ಮ ನೀರಿಗ ಹೋಗುವಾಗ ನಿಂತುಕೊಂಡು ಯಾರು ಇಲ್ಲದೋ ಕರೆವಾ, ದಾರಿಯಡವ ಕಟ್ಟಿ ಕೂಡಿಕೊಯನದಲ್ಲೇ ಹೋರೋ ತವ ಮಾಡಿ ಹೋಗದಿಸಿದ ನಮ್ಮ
ನೀರಿಗ ಹೋಗುವಾಗ ಆನುಂ ದುಂದರ ನುಂದುಂದರ ಆನುಂ ದುಂದರ ನುಂ ದುಂ ದುಂ ದುಂದರ ನುಂ ಆಗನುಂ ದರ ನುಂ ದುಂ ದುಂದರ ನುಂ ದರ ನಾರ ಆನುಂ ದುಂದರ ನು ದರ ಆನು ದರ ನುಂ ದರ ನುಂ ದುಂ ದರ ನುಂ ದುಂ ದರ ನುಂ ದುಂ ದರ ನುಂ ದುಂ ದರ ನುಂ ದರ ನುಂ ದರ ನುಂ ದರ ನುಂ ದರ ನುಂ ದರ ನುಂ ನುಂ ದುಂ ದರ എന്തായാലും നമ്മൾ പാട്ട് കണ്ടു, ഓണപ്പാട്ട് കേട്ടു, തിരുവാതിര കണ്ടു. എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗെയിംസാണ്, കളികൾ. ആ കളികളുമായിട്ടാണ് നമ്മളിപ്പോൾ ജയ്ഹിന്ദ് ചാനലിൻ്റെ ആർപ്പോ ഹീറോ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗെയിംസിലേക്ക് നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്? പ്ലീസ് വാച്ച് ഇറ്റ്. ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ത് ഗെയിമാണ് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത്. നമ്മുടെ ജയ്ഹിന്ദ് ചാനലിൻ്റെ ആർപ്പോ ഹീറോയുടെ ഏറ്റവും അവസാന കലാശക്കൊട്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറിയടി മത്സരമാണ്. ഈ ഉറിയടി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആദ്യമേ തന്നെ റെഡിയായി നിൽക്കുന്ന ഒരു കൊച്ചു പയ്യനുണ്ട്. മോന്റെ പേരെന്താണ്? അതുൽ കൃഷ്ണ വിആർ. ഇപ്പൊ റെഡിയാണല്ലോ. ഈ ഉറിയടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതാ ഉറി നിൽപ്പുണ്ട്, ഇതാ അത് അടിക്കാനുള്ള കമ്പ് നിൽപ്പുണ്ട്. നല്ല മത്സരത്തിൽ ഉഷാറായി മത്സരിക്കുക. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ? റെഡിയാണോ? ആർപ്പോ റെഡി. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡിയാണോ വരെ? ശരി, ഓക്കെ. ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ അതുൽ കൃഷ്ണ അതാ തല ഉണക്കാൻ ശ്രമിക്കുകയാണ്. ഓണത്തിന്റെ തീർപ്പ് അതേപോലെ നിർത്തിക്കൊണ്ട് ഇതാ ഉറിയുടെ മത്സരം. അതെ 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 ഏതാണ്ട് അടുത്ത് തന്നെ. അതെ തൊട്ടടുത്ത് തന്നെ, തൊട്ട് പുറകെ തന്നെ. അത് പൂവിൽ കിട്ടി. ആർപ്പോ ഹീറോയുടെ അവസാന മത്സരമായ ഉറിയടി മത്സരത്തിൽ അവസാനം വരെ പൊരുതി വിജയിച്ച അതുൽ അല്ലേ? അതുലിന് ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കുന്ന രീതിമായി പ്രത്യേകിക്കുകയാണ്. ആർപ്പോ ഹീറോയുടെ ഈ മത്സരത്തിൽ വിജയിച്ച അതുലിന് ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജയ്ഹിന്ദ് ചാനലിന്റെ വക ഈ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പറാണ്. മെമ്പർ ഈ സമ്മാനം കൈമാറുകയാണ് അതുലിന്. യെസ്, നല്ല കൈയ്യടി. എന്തായാലും ഈ മത്സരത്തിൽ അതിൽ വിജയിച്ചിരിക്കുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്. മെമ്പർ ഹാപ്പി ആണല്ലോ? ഓണം എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ചു. നമ്മൾ ഇനി അടിച്ചു പൊളിക്കും അല്ലേ? അതാണ് ഇതുപോലെ എല്ലാം എങ്ങനെ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു. എന്തായാലും നമ്മൾ ഇന്നത്തെ ഓണം അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ആർപ്പോ ഹീറോയുടെ ഇന്നത്തെ ഈ ഓണാഘോഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും ഈ ഓണാഘോഷത്തിൽ പങ്കുചേർന്ന നമ്മുടെ സ്വന്തം പേയാടിൻ്റെ ഭജനപടം
നിവാസികൾക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മെമ്പർ, പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ജയ്ഹിന്ദ് പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണാശംസിച്ചുകൊണ്ട് ബൈ.